തിരുവനന്തപുരത്ത് ഇൻസ്റ്റാമാർട്ട് ബോർഡിന് മുന്നിൽ ഡെലിവറി തൊഴിലാളികളുടെ പ്രതിഷേധം. ഡെലിവറി തൊഴിലാളിയെ ജീവനക്കാർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ശൗചാലയം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നുവെന്നാണ് സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുടെ പരാതി. 15 ദിവസത്തിനകം പരാതികൾ പരിഹരിക്കുമെന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെ ഓൺലൈനായി വീടുകളിൽ എത്തിച്ചു നൽകുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. സ്ഥാപനത്തിലെ ഡെലിവറി തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കമ്പനി നൽകുന്നില്ലെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ട് ബോർഡിലെ ജീവനക്കാർ ഡെലിവറി തൊഴിലാളിയെ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഞങ്ങൾക്കൊരു FM ഇല്ല. അതായത് നിങ്ങൾ പറയുന്നു എല്ലാ ബോർഡിലും ഫ്ലീറ്റ് മാനേജർ ഉണ്ടാവും. ഞങ്ങൾക്ക് 2 മാസമായിട്ട് ഫ്ലീറ്റ് മാനേജർ. നിങ്ങൾ പറയുന്നു ജിജു അല്ല നിങ്ങൾ പറയുന്നു ജിജു ആണ് ഞങ്ങളെ FM. ഈ ജിജുവിനെ ഞങ്ങൾ 3 ദിവസമായിട്ട് പല കാര്യങ്ങൾക്കായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എനിക്ക് ഞാൻ കോൾ റെക്കോർഡർ കാണിച്ചുതരാം. എടുക്കുന്നേ ഇല്ല. അതായത് നമ്മളെ പരാതികൾ പറഞ്ഞത് എടുക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഒരു FM? ഒരു ഓർഡർ ക്യാൻസൽ ആവാനുള്ള ഗുണ്ടകളെ പോലെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് ഡെലിവറി തൊഴിലാളികൾ പറയുന്നു. ഇവിടുത്തെ പിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു 4-5 ആൾക്കാർ അവർ ഗുണ്ടകളെ പോലെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല. അതായത് ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവരവിടുന്ന് ആ രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റേറ്റ് കാർഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ സെർജിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് കിട്ടിയിരുന്ന എമൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കുടിക്കുന്ന വെള്ളം പ്രശ്നം, പിന്നെ ബാത്റൂമിൻ്റെ പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളും സഹിക്കട്ട സമയത്താണ് ഒരു സ്ട്രൈക്കിലേക്ക് ഞങ്ങൾ സംഘടനകളൊക്കെ മാറ്റി നിർത്തി സംഘടനകളില്ലാത്ത ഡെലിവറി ബോയ്സ് ഇവിടെ ഓടുന്നവർ മാത്രമായിട്ട് ഒരു സ്ട്രൈക്കിലേക്ക് വന്നത്. അതിനാണിപ്പോൾ ചെറിയൊരു താൽക്കാലിക ഒരു തീരുമാനം പോലീസ് വന്നിട്ട് നമ്മളോട് പറഞ്ഞത്. നമ്മൾ പിന്നെ അംഗീകരിക്കാൻ തയ്യാറായതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കാന്ന് മാത്രം. 25ഓളം വനിതാ ഡെലിവറി തൊഴിലാളികളും ഇൻസ്റ്റാമാർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ശൗചാലയം പോലും നിഷേധിക്കപ്പെടുകയാണെന്നാണ് ഇവരുടെ പരാതി. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ 11 മണി വരെ രാത്രി നിൽക്കുന്ന ആളാണ്. രാവിലെ തൊട്ട് വന്നിട്ട് വൈകുന്നേരം 11 മണിയാകുമ്പോൾ എൻ്റെ ഇൻസെൻറ്റീവിൻ്റെ ടൈം തീരുള്ളൂ. ആ ടൈമിൽ നിൽക്കുന്നത് എനിക്ക് ബാത്റൂമിൽ ഇപ്പോൾ മാർഗ്ഗമില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ലേഡീസിന് മിക്കവർക്കും അസുഖങ്ങളാണ്. ഈ വെള്ളവുമില്ല, ബാത്റൂമിലും പോകാൻ പറ്റാതെ വരുമ്പോൾ വെള്ളം കുടിക്കാൻ മടിയാണ്. ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കന്റോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗവും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.